വിശ്വാസ സാമ്പ്രദായികത. ദക്ഷിണ കേരളത്തിൽ പ്രചാരമുള്ള പഞ്ചവാദ്യത്തിൻ്റെ ആകമാനത പരിശോധിച്ചാൽ മേളകലയോട് അതിൻ്റെ ഒരു ഹൃദയബന്ധത്തെ നമുക്ക് കൃത്യമായി നിർദ്ധാരണം ചെയ്ത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പരമേശ്വരമാരാർ കൊട്ടിത്തുടങ്ങിയ കാലം, അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയ കാലമായപ്പോഴേക്കും അന്നമനടത്രയത്തിൻ്റെ കാലം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം കുഴൂർ നാരായണമാരാരുടെ കൂടെ, ചോറ്റാനിക്കര നാരായണമാരാരുടെ കൂടെ, അങ്ങനെ പല ആളുകളുടെയും പല പ്രമാണികളുടെയും പഞ്ചവാദ്യത്തിൽ കൊട്ടിയിട്ടുണ്ടാകാമെങ്കിൽ പോലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കലാമണ്ഡലം പരമേശ്വരൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അന്നമനട പരമേശ്വരൻ എന്ന് വിളിച്ചിരുന്നില്ല. പരമേശ്വരൻ എന്ന വാദകന്റെ മഹത്വം തിരിച്ചറിഞ്ഞു കൊട്ടാനുള്ള അവസരം ഉണ്ടാകുന്നത് പല്ലാവൂർക്കാരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എന്നാണ് എൻ്റെ ബോധ്യം. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാമാണികതയോടെ അരങ്ങ് നയിച്ചത് മണിയന്മാരാർ, വലത്തുഭാഗത്ത് കുഞ്ഞൂട്ടന്മാരാർ, ഇടതുഭാഗത്ത് പരമേശ്വരന്മാരാർ എന്ന എത്ര പഞ്ചവാദ്യം. കുഞ്ഞൂട്ടന്മാരാർ പ്രമാണിക്കുന്ന പഞ്ചവാദ്യത്തിൽ ഒന്നാം കൂട്ടായി. അങ്ങനെ ദീർഘകാലം പല്ലാവൂർ സംഘത്തിന്റെ ജീവനാഡിയായി നടക്കുന്ന ഘട്ടത്തിൽ ആ പല്ലാവൂർ വഴി തീർച്ചയായും ഒരളവ് വരെയെങ്കിലും സ്വാംശീകരിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തുകൊണ്ട് തന്നെയാണ് സ്വന്തമായ ഒരു വഴി വെട്ടിത്തുറന്നത് സാഹസികമായി കലാമണ്ഡലം പരമേശ്വരമാരാർ എന്ന അന്നമനട പരമേശ്വരൻ. യാതൊരു സംശയമില്ല. ഇതെങ്ങനെയാണ് ഈ പല്ലാവൂർ വഴി മറ്റേ വഴിയുമായി, അല്ലെങ്കിൽ ദക്ഷിണ കേരളത്തിലെ അന്നമനട വഴി എന്ന് പറയുന്ന വഴിയുമായി വ്യത്യാസം വരുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഒന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ പല്ലാവൂർക്കാർക്കുള്ള തായമ്പകാനുഗുണമാകുന്ന ആ ആഭിമുഖ്യത്തെയും ഭാവുകത്വത്തെയും നമുക്ക് കാണേണ്ടി വരും. എണ്ണങ്ങൾ കൂട്ടിക്കൂർപ്പിക്കുക, ഏറ്റിച്ചുരുക്കുക തുടങ്ങിയ തായമ്പകയുടെ തന്ത്രങ്ങളുടെ സൂക്ഷ്മതകൾ പലതും പഞ്ചവാദ്യത്തിൽ താളവട്ടം കൊട്ടുന്ന സന്ദർഭങ്ങളിൽ കടന്നു വരുന്നത് പല്ലാവൂർ വഴിയുടെ സവിശേഷതയാണെങ്കിൽ ഈ രണ്ട് ശൈലീബദ്ധതകളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് ദീർഘകാലം പഞ്ചവാദ്യ രംഗത്ത് അമരത്ത് പ്രതിഷ്ഠിതമായ പരമേശ്വരമാരാർ തൻ്റെ കർമ്മമാർഗം തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. തീർച്ചയായും അന്നമനടയുടെ ആ സൂക്ഷ്മമായ സൗന്ദര്യ ദർശനം അത് പരമേശ്വരമാരാർക്കും വഴികാട്ടിയായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഇപ്പൊ ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ് ഈ 1792 അക്ഷരകാലത്തിലെ പഞ്ചവാദ്യം എന്നത്. നമ്മുടെ എല്ലാ വാദ്യശില്പങ്ങളും താഴേക്ക് നിർമ്മിക്കപ്പെട്ടവയാണ്. ഒരു കാര്യം തീർച്ച, ഇടകാലത്ത് താഴത്തേക്കാണ് കൂറ്, അതിൻ്റെ താഴത്തേക്കാണ് തായമ്പകയിൽ പതികാലം നിർമ്മിച്ചിട്ടുണ്ടാവുക. പഞ്ചവാദ്യത്തിന്റെയും കഥ മേളത്തിന്റെ ഉൾപ്പെടെ താഴേക്ക് നിർമ്മിക്കപ്പെട്ട ഒരു മേളസൗധങ്ങളാണ് നമ്മുടേത് എന്ന് ആരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ 896 അക്ഷരകാലമുള്ള ഒരു മേളസൗധത്തെ അതിൻ്റെ ഇരട്ടി കാലങ്ങളിലേക്ക് വിന്യസിക്കുക എന്ന് പറയുമ്പോൾ കർണാടക സംഗീതം പരിചയമുള്ള ആളുകൾക്ക് അതിനെ 2 കൊണ്ട് ഗുണിക്കുക എന്ന ലളിതമായ ക്രിയയെ നിർവഹിക്കേണ്ടതുള്ളൂ. ടി.എം. വാസുദേവൻ മാഷ് പറയാനുള്ള ഉദാഹരണം പോലെ കാക്കേ കാക്കേ കൂടെ വിടെ എന്ന് 4 അടിയിൽ നിൽക്കുന്നത് കാക്കേ കാക്കേ എന്നാക്കിയാൽ 8 ആയി. ഈ 896 അങ്ങനെ 2 കൊണ്ട് ഗുണിച്ച് 1792 ഉണ്ടാക്കുകയല്ല, മറിച്ച് കേരളീയമായ മേള സാമ്പ്രദായികതയുടെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ 1792 അക്ഷരകാലത്തിലേക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചെടുത്ത ആ പഞ്ചവാദ്യത്തിന്റെ പാഠമുണ്ടല്ലോ. സത്യത്തിൽ കൊട്ടുകാർക്ക് ചിലർക്ക് അറിയാം എന്നതിനപ്പുറം മേള ആസ്വാദകർ വേണ്ട അളവിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആ വൈജ്ഞാനിക ഭണ്ഡാകാരം മലയാളിക്ക് തുറന്നു തന്നത് തീർച്ചയായും നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതാണ്. ശ്രീ കരികന്നൂരിൻ്റെ ആ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ
പരമേശ്വരന്മാരാർ എഴുതിയത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവാതെ പോകുമായിരുന്നു. ആ താളവട്ടങ്ങൾ വ്യവഹരിക്കുന്ന ഭാഗം ഉൾപ്പെടെ അത് കൊട്ടി അതിൻ്റെ QR കോഡോട് കൂടി ഒരു പുസ്തകം പ്രകാശിതമായതോട് കൂടിയാണ് എത്ര സൂക്ഷ്മമായാണ് അതിനകത്ത് സൗന്ദര്യത്തെ അതിൻ്റെ പാരമ്യത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാക്ഷാൽ സീനിയർ അന്നമനട പരമേശ്വരന്മാരാർ പഞ്ചവാദ്യത്തിൻ്റെ താളകാലത്തെ നിർമ്മിച്ചത് നമുക്ക് നൽകിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക.